ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫുഡിൻ്റെ റെസിപ്പിയാണ്. അതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ഈവനിങ്ങിൽ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. നെയ്യപ്പത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്ന, പക്ഷേ അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് എപ്പോഴാണ് തോന്നുന്നത് ആ ഒരു ടൈമിൽ ഉണ്ടാക്കിയെടുക്കാനും കൂടെ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയും കൂടെയാണ്. ഇതിലേക്ക് നമുക്ക് അരിയൊന്നും കുതിർക്കേണ്ട ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് 1/2 കപ്പ് ഗോതമ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഗോതമ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്കിതിലേക്ക് ആ ഒരു കപ്പിന് തന്നെ 1/2 കപ്പ് റവയാണ് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് റവയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആ ഒരു കപ്പിന് 1/2 കപ്പ് തന്നെ മൈദപ്പൊടിയാണ്. അതും കൂടി നമുക്കിതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 1/2 കപ്പിൻ്റെ ഇതേപോലത്തെ ഒരു മെഷർമെൻറ്റ് കപ്പ് വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. അതിന് കണക്കാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. പിന്നെ അതിന് തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര ഇട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് 1/2 കപ്പിന് എടുത്തിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ 3 പൊടിയും പഞ്ചസാരയും അതേപോലെ ഉപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നേരിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ നേരിയ ചൂടുള്ള വെള്ളം തന്നെ എടുക്കണം ഇതിലേക്ക്. അപ്പോൾ ഞാൻ 1 കപ്പാണ് ഈ ഒരു ടൈമിൽ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറവാവണതനുസരിച്ചിട്ട് ബാക്കി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് അങ്ങനെ പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ആ ഒരു കപ്പ് മിക്സ് ചെയ്തെടുത്തപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1/4 കപ്പോളം കൂടി നേരി ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതും കൂടി ഇങ്ങനെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പോളം പൊടിയും അതേപോലെ തന്നെ 1 കപ്പോളം വെള്ളമാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ എടുത്താൽ മതി. നമ്മളിനി വേറെ എന്തെങ്കിലും പാത്രത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അപ്പോൾ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക, നേരത്തെ ചെയ്തതുപോലെ തന്നെ. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു പഞ്ചസാരൊക്കെ നന്നായിട്ട് അതിൽ അലിയുന്ന രീതിയിൽ വേണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു 15 മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിനി ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതും കൂടെ നോക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതങ്ങ് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മളെ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് എന്താ വെച്ചാൽ ഇതിൽ റവ ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് കുതിരാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളൊരു 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമ്മുടെ മാവിന് വേണ്ടത്. ഇത്ര മതി. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതാണ്. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ പൊടിച്ചെടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1-2 നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അത് ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്നങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്നും കൂടെ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിൽ ഏകദേശം ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കയ്യിലേക്കൊക്കെ ആവി വരുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മാവ് കുറേശ്ശായിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ആ ഒരു മീഡിയം ചൂടിൽ ഫ്രൈ ചെയ്താൽ മതിയേ. ഫുള്ളായിട്ട് ഫ്ലെയിം ഇടരുത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് പോവും, ഉള്ളു വേവുമില്ല. ഇതൊന്നങ്ങ് പൊങ്ങി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറേശ്ശെ അങ്ങനെ ഓയിൽ ഒന്നങ്ങ് തൂവി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് പൊങ്ങി വന്നോളും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്.
ഏകദേശം താഴ്ഭാഗം അങ്ങനെ ആയി വന്ന് തോന്നുമ്പോൾ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുത്താൽ മതി. രണ്ട് സൈഡും ഇതുപോലെ ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അധികം അങ്ങ് ഡാർക്ക് ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്നങ്ങ് പതുക്കെ കോരിയെടുക്കുകയാണ്. ഈ ഒരു കളറുമായിട്ട് അതിലേറെ ഡാർക്ക് ആവേണ്ട. ഇനി നമുക്കൊരു കിച്ചൺ ടവൽക്ക് എന്തിലേക്കെങ്കിലും കോരിയെടുത്താൽ മതി. അല്ല, ഈ ഒരു കളറിലാണ് ഞാൻ കോരിയെടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ അതാ മൊത്തമായിട്ട് ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ലേ, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അതാ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നല്ല ടേസ്റ്റി ആണ് കേട്ടോ കഴിക്കാനും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.